ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് തേർഡ് പേഴ്സണ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ, അവരുടെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്, അവരുടെ മനസ്സിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന തോട്ട്സ് എന്തൊക്കെയാണ്, അവരെന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ ജീവിത സാഹചര്യവുമായി റെസൊനേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങളെ മാത്രം സ്വീകരിക്കാനായി ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. High Priestess, the Hanged Man, Five of Pentacles, Ten of Cups, Queen of Swords, Four of Swords, Ten of Swords, the Moon. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ് ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇപ്പോൾ നിങ്ങളുടെ തേർഡ് പേഴ്സൺ താൽക്കാലികമായിട്ട് പിൻവാങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് കാണാൻ സാധിക്കുന്നത്. അത് പല കാര്യങ്ങളും അവർക്ക് പോസിറ്റീവായി വരാത്തത് കൊണ്ടും അല്ലെങ്കിൽ അവർക്കൊരു സപ്പോർട്ട് സിസ്റ്റം പോലെ ആരും നിൽക്കാത്തത് കൊണ്ടായിരിക്കാം. അവർ ചെയ്ത പ്രവൃത്തികൾ ഒരിക്കലും ആരും സപ്പോർട്ട് ചെയ്യില്ല എന്നൊരു വിശ്വാസം അവർക്കുള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവർ എന്ത് കളികൾ കളിച്ചാലും അത് സക്സസ് ആകില്ല എന്നൊരു തോന്നൽ കൊണ്ടായിരിക്കണം ആ ഒരു വ്യക്തി ഇപ്പോൾ പിൻവാങ്ങിയിട്ടാണ് നിൽക്കുന്നത്. താൽക്കാലികമായി നോക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തി ഇപ്പോൾ ഈ ഒരു റിലേഷനിൽ നിന്നെല്ലാം നീങ്ങി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസനീയമാകുന്ന രീതിയിൽ അവർ പിൻവാങ്ങി നിൽക്കുന്നു എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. പക്ഷെ ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ആ വ്യക്തി മറയ്ക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മനസ്സിൽ ഒരുപാട് സീക്രറ്റ്സ് തന്നെയാണ് ആ വ്യക്തി ഇവിടെ സൂക്ഷിക്കുന്നത്. അവർ പലരുമായിട്ട് ഷെയർ ചെയ്യാത്തത്, അല്ലെങ്കിൽ അവരുടെ എന്താണ് ഉദ്ദേശം, അവരുടെ മനസ്സിൽ പോകുന്ന ചിന്തകൾ, ഇതൊന്നും അവർ വ്യക്തമായിട്ടോ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടും ആരുമായിട്ട് ക്ലിയർ ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടില്ല. ഇപ്പോഴും അവരെന്തൊക്കെയോ സീക്രസി മനസ്സിൽ സൂക്ഷിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. മാത്രമല്ല ആ ഒരു വ്യക്തി ഇപ്പോൾ ഒരു പുതിയ കാഴ്ചപ്പാടോടുകൂടി, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഡിലേ ആക്കിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പെട്ടെന്നൊന്നും ഒരു ഡിസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ പെട്ടെന്നൊരു മൂവ്മെൻറ്റ് അവരുടെ ഭാഗത്ത് നിന്ന് എന്തായാലും കാണുന്നില്ല. പക്ഷേ ഭാവിയിൽ അങ്ങനെ ഒരു പുതിയ രീതിയിൽ അല്ലെങ്കിൽ ഒരു പുതിയ പ്ലാനിങ്ങോടുകൂടി അവർ ചില കളികളൊക്കെ ആയിട്ട് വരാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആ ഒരു വ്യക്തി കഠിനമായ, അതായത് ഒരു ഫിനാൻഷ്യൽ ലോസൊക്കെ അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. എന്തായാലും ആ വ്യക്തിക്ക് കടുത്ത മാനസികമായിട്ടും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ ആ വ്യക്തി കടന്നു പോകുന്നുണ്ട്. ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരു സെക്യൂർഡ് ആയ ഒരു ഫാമിലിയാണ്. അതായത് നിങ്ങളുടെ പേഴ്സണും ഒത്തുള്ളൊരു റിലേഷൻ, അതൊരു ഫാമിലി ലൈഫായിട്ട് സെക്യൂർഡ് ആയിട്ടുള്ളൊരു ആരുടെ ശല്യങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത ഒരു ബന്ധമാണ് ആ വ്യക്തി ഇവിടെ ആഗ്രഹിക്കുന്നത്. അതിനായി തന്നെ ആ വ്യക്തി പൊരുതാനുള്ളൊരു തയ്യാറെടുപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അവർ പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. എന്തായാലും നിങ്ങളുടെ ആ ഒരു പേഴ്സൺ ഇപ്പോൾ അവരുടെ ലൈഫിൽ നിന്ന് വിട്ടു നിൽക്കുന്നതോട് തന്നെ അവർ വളരെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഒരു സപ്പോർട്ടീവ് സിസ്റ്റം ഒക്കെ ആയിരിക്കണം ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ മാനസികമായിട്ട് അത്രയും തകർന്ന ഒരു സ്ഥിതിയിലൂടെ തന്നെയാണ് ആ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അവർക്കൊരു എന്ത് വഴി സ്വീകരിച്ചാലും കുഴപ്പമില്ല, നമുക്കൊരു വഞ്ചനയുടെ വഴിയാണെങ്കിൽ കൂടി അവർക്ക് അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കണം എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിൽ കടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ അവരൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ്. അതായത് കാര്യങ്ങൾ അവർ വിചാരിക്കുന്ന പോലെ നടത്തിയെടുക്കണം, പക്ഷേ അതിനായിട്ടുള്ള വഴികൾ അവരുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നില്ല. കാരണം അത് സത്യസന്ധമല്ലാത്തൊരു പർപ്പസ് ആയതുകൊണ്ട് തന്നെയാകണം അവർക്ക് അതിനുള്ളൊരു ആരും സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ അതൊരു വീണ്ടും ഒരു അബദ്ധമായി പോകുമോ എന്നുള്ള പേടിയും കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിലുണ്ട് താനും. പക്ഷെ എന്തായാലും ആ ഒരു വ്യക്തി അടുത്ത് തന്നെ ഒരു മൂമെൻറ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഡിസിഷൻ എടുക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. എന്തെങ്കിലും രീതിയിൽ അവരുടെ ഭാഗത്തു നിന്നും ഒരു മൂമെൻറ്റ് ഭാവിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് തേർഡ് പാർട്ടിയുടെ മനസ്സിൽ നിങ്ങളുടെ പാർട്ട്ണറോടുള്ള ഫീലിങ്സ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.